നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലം അവതരിപ്പിച്ചു വരികയായിരുന്നു. ഇനി നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ചൊവ്വാദശയാണ് ആദ്യം വരിക. ചൊവ്വാദശ ആകെ 7 വർഷമാണ്. ഏകദേശം 3 വയസ്സ് വരെ ചൊവ്വാദശ കിട്ടുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ 18 വർഷമുള്ള രാഹുർദശ ഏകദേശം 21 വയസ്സ് വരെയും, വ്യാഴദശ 37 വയസ്സ് വരെയും, ശനിദശ 56 വയസ്സ് വരെയും, ബുധദശ 73 വയസ്സ് വരെയും ചിത്തിര നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. രാഹുർദശയും ശനിദശയുമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ദശാകാലങ്ങൾ. എന്നിരുന്നാലും വ്യാഴദശയും ബുധദശയും ഒക്കെ ശുഭഗ്രഹങ്ങളുടെ ദശാകാലമാണ്. അതുകൊണ്ട് തന്നെ ജാതകത്തിൽ ബുധനും വ്യാഴവും ഒക്കെ അനുകൂല സ്ഥാനത്താണെങ്കിൽ ഈ ദശാകാലങ്ങളും നല്ല ഫലത്തെ നൽകുന്നതാണ്. ചിത്തിര നക്ഷത്രം 2 രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. ആദ്യ 2 പാദങ്ങൾ ബുധന്റെ രാശിയായിട്ടുള്ള കന്നി രാശിയിലാണ്. 3ഉം 4ഉം പാദങ്ങൾ ശുക്രന്റെ രാശിയായിട്ടുള്ള തുലാം രാശിയിലാണ്. ചിത്തിര നക്ഷത്രക്കാർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് പുതുവർഷം എന്ന് പറയാം. കമ്പ്യൂട്ടർ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഭംഗിയായിട്ട് ജോലി നിർവഹിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം കൃത്യസമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും സാഹചര്യം ഉണ്ടാകും. മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതാണ്. ഉദ്യോഗ കയറ്റവും ലഭിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് തിരക്ക് വർദ്ധിക്കുന്നതാണ്. അംഗീകാരം ലഭിക്കുന്നതാണ്. സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സിനിമ സീരിയൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. അവർക്ക് അംഗീകാരവും ആദരവും ഒക്കെ ലഭിക്കുന്നതാണ്. സ്ത്രീകളായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്കും അനുകൂല സമയമാണ്. സ്ത്രീകളായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർ ഈ സമയം നല്ല രീതിയിൽ ആസ്വദിക്കുകയും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ നല്ല സമയമാണ്. സന്താനങ്ങളിൽ നിന്ന് നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ സാധിക്കും. സന്താനങ്ങൾക്ക് പ്രോത്സാഹനം വേണ്ട രീതിയിൽ നൽകേണ്ടതാണ്. ചെറിയ തെറ്റുകളൊക്കെ കണ്ടില്ല എന്ന് അടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർ ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. തുലാം രാശിയിലുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് എന്നാൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നഷ്ടസാധ്യതയുള്ള കരാറുകളിലും പണമിടപാടുകളിലും ഒക്കെ സൂക്ഷിച്ച് ഇടപെടേണ്ടതാണ്. പൊതുവെ ചിത്തിര നക്ഷത്രം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് ധനപരമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ ശ്രദ്ധിക്കുക എന്ന് അർത്ഥമാണ്. അധ്യാപകരായിട്ടുള്ള ചിത്തിര നക്ഷത്രം പകുതിക്ക് ശേഷമുള്ളവർ, അതായത് തുലാക്കൂറിൽ വരുന്നവർക്ക് അല്പം ആശങ്കകളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. കാര്യങ്ങളൊക്കെ വ്യക്തമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഇതേ ഫലങ്ങൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചുണ്ടായേക്കാം. സ്ത്രീകളായിട്ടുള്ള തുലാക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർ കുടുംബാംഗങ്ങളോട് നയപരമായിട്ട് പെരുമാറേണ്ടതാണ്. ചെറിയ പ്രശ്നങ്ങളെയൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. കാര്യങ്ങളൊക്കെ വേഗത്തിൽ തീർക്കാനുള്ള ശ്രമം നടത്തേണ്ടതാണ്. കലാരംഗത്തുള്ള സ്ത്രീകൾക്കും വളരെയേറെ അനുകൂല സമയമാണ്. ആദ്യകാലങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ വർഷം മുഴുവൻ അനുകൂല സമയമാകും. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ചിത്തിര നക്ഷത്രക്കാർ വാക്കും പ്രവൃത്തിയും ഒക്കെ ശ്രദ്ധിക്കുക. അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്രക്കാരുടെയും ഫലങ്ങളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.